ബേസിൽ ജോസഫ്, ടൊവിനോ തോമസ്, അതിരടി അതിരടി അങ്ങനെ കണ്ടുവന്നിരിക്കുകയാണ്. ഞാൻ മറ്റേ കറുപ്പ് കാണാൻ വേണ്ടി പോയതാ. അവിടെ എത്തിയപ്പോ ക്യാൻസൽ ചെയ്തു. 9 മണിയുടെ ഷോ ക്യാൻസൽ ചെയ്ത കാര്യം ഞാൻ അറിഞ്ഞു. 11 മണിയുടെ ഷോയും ക്യാൻസൽ ചെയ്തു. തിയേറ്ററിൽ വലത് കാലം എടുത്തു വെച്ചതും ഫോണിൽ ഒരു നോട്ടിഫിക്കേഷൻ വന്നു, പൈസ റീഫണ്ട് ആയി. പിന്നെ ഈ വെയിലത്ത് പോയതല്ലേ, വേറെ ഏതെങ്കിലും പടം കാണാം. നമ്മുടെ ടൊവിനോ ഉണ്ട്, റിയ ഷിബു ഉണ്ട്, ബേസിൽ ജോസഫ് ഉണ്ട്. നേരെ കയറി അതിരടിക്ക്. നിങ്ങൾ ഈ സിനിമ കാണാൻ പോകണ്ടെങ്കിൽ തൊട്ടടുത്ത ഹോസ്പിറ്റലിൽ ഒരു ENTയുടെ അപ്പോയിന്റ്മെന്റ് എടുത്തു വെച്ചോ. ഈ ചിരിച്ചിട്ട് പെടലി ഉളുക്കും ലോഫ്റ്റർ റൈറ്റ് അതൊന്നും അല്ല, ഇതിന്റെ മ്യൂസിക് വർക്ക് ഉണ്ട്. കിട്ടു സാധനം എന്നൊന്നും ഞാൻ പറയില്ല. ചെവിയുടെ ഉള്ളിൽ ബോംബ് വെച്ച് പൊട്ടിക്കാടേ. എന്തോന്നിട്ട് ഇത് ചെവി അടിച്ചു പോവാതിരുന്നത് ഭാഗ്യം. പണ്ടാരം കിഡു സാധനവും ഹൈ മൊമെന്റ്സിൽ ഗൂസ് ബംസും ഗൂസ്ബെറി തരും. അങ്ങനെ ഒരു തേങ്ങയും തരില്ല. ചെവിയുടെ ഉള്ളിൽ ബോംബ് പൊട്ടിക്കുക, നാട്ടുകാരെ കൊല്ലുക. അണ്ണ വല്ലാത്ത ചെയ്ത്താണ് അണ്ണ ചെയ്യുന്നത്. സോ ബേസിൽ ജോസഫിന്റെ കോമാളിത്തരങ്ങൾ തുടരും. അതാണ് അതിരടി കണ്ടപ്പോ പറയാൻ തോന്നിയത്. ഇങ്ങേര് തന്നെയാണോ പൻമാൻ, സൂപ്പർമാൻ, സ്പൈഡർമാൻ ഒക്കെ ചെയ്തത്? പീക്ക് കോമാളി. ആൻഡ് ഈ സിനിമ കോമാളി സൂപ്പർ മാർക്കറ്റ് ഒരു കച്ചറപ്പടം. എനിക്ക് ആകെ 1-2 സീനിൽ മാത്രമേ ഈ സിനിമ കണ്ടിട്ട് ചിരി വന്നുള്ളൂ. ബാക്കിയൊക്കെ അൺസഹിക്കബിൾ അപരാധ സാധനം. അതിന്റെ ഒപ്പം ഈ മ്യൂസിക് വർക്ക് ചെവിയൊക്കെ അടിച്ചു പോയി. ഇന്റർവെൽ ആയ സമയത്ത് അഡ്വർടൈസ്മെന്റ് ഇട്ടപ്പോ അതൊക്കെ അടിപൊളിയായി തോന്നാൻ തുടങ്ങി. സിനിമ തുടങ്ങുന്ന സമയത്ത് ഒരു സീരിയസ് ആയിട്ടുള്ള പരിപാടിയെ കാണിക്കുന്നത്. സോ ദിസ് മൂവി ഈസ് ഓൾ അബൌട്ട് ഈഗോ ക്ലാഷ്. ബേസിൽ ജോസഫും ടൊവിനോ തോമസും തമ്മിലുള്ള ഈഗോ ക്ലാഷ് ആണ് ഈ സിനിമ പറഞ്ഞു പോണത്. അത് സ്പൂഫ് രീതിയിലാണ് എടുത്തു വെച്ചിരിക്കുന്നത്. എന്നാൽ മൊത്തത്തിൽ സ്പൂഫ് പണണം, അല്ലാതെ കൊണ്ടയിട്ട് മറ്റേ ഇമോഷണൽ സീൻ തേങ്ങാ പിണ്ണാക്ക് കുത്തി കയറ്റാൻ പാടില്ല. ആൻഡ് ഇമോഷണൽ സീൻ വെരി വേസ്റ്റ് പറഞ്ഞാൽ ഭയങ്കര ഫ്ലാറ്റ് ആണ്. അവരിരുന്ന് കരയുണ്ട്. എനിക്കൊക്കെ ഒരു നിർഗുണ ഫീലാ തോന്നിയത്. സോ ഈ സിനിമ ഇന്നലെ ഒരു പേജ് പ്രീമിയർ നടത്തിയിട്ടുണ്ടായിരുന്നു. എവിടെ നോക്കിയാലും ഈ ട്വിറ്ററിലും എല്ലാവരുടെയും പോസിറ്റീവ് റിവ്യൂസ് ആയിരുന്നു. ഇപ്പൊ മാത്രമല്ല, ഈ സിനിമയുടെ റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ച അന്ന് തൊട്ടിട്ട് സൂര്യ വേഴ്സസ് ബേസിൽ, സൂര്യ ഇപ്പൊ ക്ലാഷ് റിലീസ് വെക്കുന്നത് ബേസിലിന്റെ അടുത്താണോ, ബേസിൽ പോലും സൂര്യ പൊട്ടിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ട് ഒരു ലോഡ് പോസ്റ്റ് ഞാൻ കണ്ടിട്ടുണ്ട്. അന്നേ ഞാൻ വിചാരിച്ചതാണ് ഇത്രയും വൃത്തികെട്ട PR ആരാണ് ചെയ്യുന്നതെന്ന്. സോ ഈ സിനിമ തുടങ്ങുന്ന സമയത്ത് തന്നെ വെണ്ടയ്ക്ക വലുപ്പത്തിൽ എഴുതി കാണിക്കുന്നുണ്ട്, നന്ദി ട്വിറ്റർ ടീം, എക്സ് ടീം. അപ്പൊ അത് തന്നെ മനസ്സിലാക്കുക. PR ചെയ്യണം. ഒരു സിനിമയ്ക്ക് ഒരു പ്രൊമോഷൻ എന്നുള്ള രീതിയിൽ PR ചെയ്യണം. മറ്റവനെ ചവിട്ടി താഴ്ത്തിയിട്ട് ആയിരിക്കരുത്. ഇതിലും നല്ലത് കമ്പിപ്പാര ഇടുക, കക്കാൻ പോവുക. അതാണ് ഇതിലും നല്ല പരിപാടി. ഞാൻ പറഞ്ഞ ഈ സിനിമ തുടങ്ങുന്ന സമയത്ത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു സീൻ കാണിക്കുന്നുണ്ട്, ഇമോഷണൽ ആയിട്ട് സീൻ കാണിക്കുന്നുണ്ട്. ഒരു തേങ്ങയും ഫീൽ ചെയ്തില്ല. സീരിയലിൽ ഇമോഷണൽ സീൻ വന്നാൽ കൂടി ഞാൻ കരയും. എനിക്കിത് കണ്ടപ്പോ നിർഗുണ ഫീലാ തോന്നി. ദർശനയുടെ ഒരു 2 മിനിറ്റ് ക്യാമിയോ ഉണ്ട്. എന്തിനാണാവോ, ദൈവത്തിനറിയാം. മറ്റേ പാട്രിയറ്റിലും കണ്ടു കൊച്ചു 2 മിനിറ്റ് ക്യാമിയോ ചെയ്യുന്നത്. പിന്നീട് അങ്ങോട്ട് നമ്മുടെ സാംബോയ്. ഈ സിനിമയിൽ 3 വാക്കാണ് എനിക്ക് ഏറ്റവും കൂടി വെറുപ്പിച്ച്. സാംബോയ്, ക്രൈസിസ്, അമ്മപ്പതപ്പേ, കമ്പിളിപ്പതപ്പേ. ഒരു അമ്മപ്പൊതപ്പും കമ്പിളിപ്പൊതപ്പുമായിട്ട് മനുഷ്യനെ വെറുപ്പിച്ചു കൊന്നുണ്ട്. സിനിമയുടെ ഫസ്റ്റ് ഹാഫിലെ 1-2 സീനിൽ എനിക്ക് ചിരി വന്നു. ആൻഡ് ടൊവിനോനെ കാണിക്കുന്ന സീനൊക്കെ ഉണ്ട്. ഈ മറ്റേ ബോംബ് പൊട്ടിക്കലാണ്. ആൾക്കാരെ ചെവി അടിച്ചു പോട്ടെ കണ്ട് ബോംബ് പൊട്ടിക്കുന്നുണ്ട്. ഒരു ഹൈ ഫീലും തരുന്നില്ല, ഒരു മാസം തോന്നുന്നില്ല. സ്ലോ മോഷനൊക്കെ എന്നടാ പണി വെച്ചിരിക്കുക അങ്ങനെ തോന്നുന്നു. ഭയങ്കര ഫ്ലാറ്റ് ആയിട്ട് തോന്നുന്നു. എന്നാൽ ചെവിയുടെ ഉള്ളിൽ മുഴങ്ങുന്നുണ്ട്. എനിക്ക് തോന്നുന്നു വല്ല ENT ഹോസ്പിറ്റൽ ആയിട്ട് വല്ല കരാർ ഒപ്പിട്ടുണ്ടോ ഈ സിനിമയുടെ ആൾക്കാർ എന്ന്. എല്ലാവരും ENT ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുവരാറുണ്ട്. ബേസിൽ പീക്ക് കോമാളി. ഇത്രയും വൃത്തികേടായിട്ട് ബേസിൽ ഒരു പടത്തിൽ അഭിനയിച്ചായിട്ട് എനിക്ക് ഇന്നേ വരെ തോന്നിയിട്ടില്ല. അടുത്ത കോമാളി വണ്ണന്താളി ടൊവിനോ തോമസ്. മറ്റേ വിനീത് ശ്രീനിവാസനൊക്കെ വീട്ടിൽ കൊണ്ടുവച്ചിട്ട് കുറെ സീനുണ്ട്. അണ്ണാ അൺസഹിക്കബിൾ സാധനം കേട്ടോ. അയ്യോ അൺസഹിക്കബിൾ സാധനം. മേ ബി അണ്ണൻ ഈ കോമാളി യൂണിവേഴ്സ് അല്ലെങ്കിൽ ബോംബ് യൂണിവേഴ്സിലോട്ട് കയറാൻ ഭയങ്കര ത്വരയുണ്ട് തോന്നുന്നു. അതുകൊണ്ടാണ് വിഷുവിന് ഒരു വിഷു ഗുണ്ട് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ വീട്ടിൽ പടക്കം പൊട്ടിച്ചിട്ടില്ലാന്ന് മനസ്സിലായിട്ടാണോ എന്ന് അറിയില്ല. ടൊവിനോ തിയേറ്ററിൽ നല്ല വൃത്തിക്ക് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു വിഷുവിന്. ഇന്റർവെല്ലൊക്കെ ആയപ്പോൾ ചെവിക്കൊരു സമാധാനം കിട്ടി. ടുവേർഡ്സ് സെക്കൻഡ് ഹാഫ് ഈഗോ ക്ലാഷിങ്ങിനെ പീക്കിലോട്ട് കൊണ്ടുപോവാണ്. ഈ കാണിച്ച സാധനം തന്നെ ഒരു 10,000 വട്ടം കാണിച്ചിട്ടുണ്ട്. ബിജു മേനോന്റെ ഒരു ക്യാരക്ടർ ഉണ്ട്, ഏത് പടത്തിന് എനിക്ക് ഓർമ്മയില്ല. ഇതേ സ്ലാങ്ങിൽ ഒരു ക്യാരക്ടർ ഉണ്ട്. അങ്ങനെ പീക്കായിട്ട് ചെയ്തു വെച്ചത്
ടൊവിനോനെ കൊണ്ടൊന്നും കൂട്ടിയാൽ കൂടൂല. ആക്ച്വലി ഈ ക്യാരക്ടർ നൈസാണ്, പക്ഷെ ടൊവിനോ ഒക്കെ നല്ലോണം വെറുപ്പിച്ചിട്ടുണ്ട്. ടൊവിനോന്റെ ഭാര്യയായിട്ട് കൊണ്ടാട്ടിയായിട്ട് സെറിൻ ഷിഹാബാണ് ഉള്ളത്. ഇതിലത്തെ കോമഡി എങ്ങനെയാണെന്ന് അറിയോ? പെഡിക്യൂർ ചെയ്തു പറഞ്ഞപ്പോ കുട്ടിക്കൂറയോ ചിരിക്കണോ. സെറിൻ ഷിഹാബ് നോർമൽ ആയിരിക്കുമ്പോ ഒരു സ്ലാങ് ആണ്, ദേഷ്യം വരുമ്പോ ആളുടെ യൂഷ്വൽ സ്ലാങ് ആണ്. ആൻഡ് ഇവര് തമ്മിലുള്ള റൊമാൻസ് പോർഷൻ ഒക്കെ ഉണ്ട്, ചെറിയൊരു സീൻ ക്രിഞ്ച് എന്നാണ് തോന്നിയത്. പേഴ്സണലി എനിക്ക് ഈ സിനിമയിൽ പോസിറ്റീവായിട്ട് ഒരു വസ്തു പോലും തോന്നിയിട്ടില്ല. ഇടയ്ക്ക് വരുന്ന 1-2 കോമഡി കൊള്ളാം. വിനീത് ശ്രീനിവാസനും ഷാൻ റഹ്മാനും ടുവേർഡ്സ് സെക്കൻഡ് ഹാഫ് വരുന്നുണ്ട്. ഒരു കോമാളി കുളത്തിൽ 2 കോമാളികളും കൂടി വന്ന് ചാടി, അതെന്നെ പറയാനുള്ളൂ, വേറെ ഒന്നും തോന്നിയില്ല. അൺബെയറബിൾസ് ആണ്. ആൻഡ് ടുവേർഡ്സ് സെക്കൻഡ് ഹാഫ് ഈ പണ്ടാരം തീരണ്ടേ, ഇത് വലിച്ചു നീട്ടി ബൂമർ പോലും ഇത്രയും വലിയില്ല, അതിൽ കൂടുതലാണ് ഇത് വലിയണത്. ഇപ്പൊ കഴിയും പറഞ്ഞിട്ട് പണ്ടാരം കഴിയണില്ല. ഓരോ സ്റ്റേജിൽ കയറിയിട്ട് ഓരോരുത്തരെ വിളിച്ചു വരുത്തി നന്ദി പ്രസംഗം, സമാധാന പ്രസംഗം. എന്നിട്ട് അവസാനം ടെയിലൻഡ് ഒക്കെ എഴുതി കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും ടെയിലൻഡിൽ എന്തോ ഒരു സീനെ കാണിക്കുന്നത് എൻ ക്രെഡിറ്റ്സ് പോലെ. അപ്പോഴേക്കും സകലമാന ആൾക്കാർ ഇറങ്ങിപ്പോയി. എനിക്ക് പേഴ്സണലി തോന്നി, എനിക്ക് തോന്നിയത് തന്നെയായിരിക്കും അവർക്കും തോന്നിയിരുന്നു. അൺസഹിക്കബിൾ സാധനം. ആൻഡ് ഈ സമയത്ത് കൊണ്ടുവരാൻ പറ്റിയ ഒരു സൂപ്പർ ക്യാമിയോ ഈ പടത്തിലുണ്ട്. ആരാന്ന് എല്ലാവർക്കും അറിയുണ്ടാവും. അതൊക്കെ കണ്ടപ്പോ തിയേറ്ററിൽ എന്തോ വലിയ ആഘോഷ രാവ് പോലെയൊക്കെ തോന്നി. എന്തൊക്കെയോ ചളി അടിക്കുന്നുണ്ട്, ചേറടിക്കുന്നുണ്ട്. എനിക്ക് ഒരു ഫീലും തോന്നിയില്ല. ഒരു ഹൈ മൊമെന്റ് പോലും ഈ സിനിമയ്ക്കകത്തില്ല. ഇവരുടെ ഒരു ഇന്റർവ്യൂവിൽ ഇവര് കുറെ കോമാളിത്തരങ്ങൾ വേണ്ടി കിണിക്കുണ്ടല്ലോ. ഞാൻ അറിയാതെ ഒരു റീൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയപ്പോ കണ്ടതാണ്. എനിക്ക് അതന്നെ അൺസഹിക്കബിൾ ആയിട്ടാണ് തോന്നിയത്. അതിന്റെ ഒരു പീക്ക് വേർഷൻ ആണ് ഈ സിനിമയ്ക്കകത്തുള്ളത്. അതൊക്കെ വർക്ക് ആവണവർക്ക് യു ക്യാൻ ഡെഫിനറ്റ്ലി ഗോ ആൻഡ് വാച്ച്. ഇന്നത്തെ കാലത്ത് ഈ കോമഡി പറഞ്ഞിട്ട് എന്തൊക്കെയോ ഊച്ചാളിത്തരമാണ് കാണിക്കുന്നത്. പണ്ടത്തെ കോമഡി പറഞ്ഞിട്ട് ഈ ബോഡി ഷെയ്മിങ് ആണ് പണ്ടത്തെ കോമഡി, അല്ലെങ്കിൽ ഡിസബിലിറ്റിയെ കളിയാക്കുന്നതാണ് പണ്ടത്തെ കോമഡി പറഞ്ഞിട്ട് പലരും ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്നത്തെ കോമഡിയുടെ നിലവാരം എന്താണ്? നിന്റെ അമ്മയെ ഞാൻ കെട്ടി, നിന്റെ അമ്മയുടെ കെട്ടിയവൻ, ഇതൊക്കെയാണ് ഇന്നത്തെ കാലത്ത് കോമഡി. ആൻഡ് ഇത് കേട്ട് ചിരിക്കാൻ കുറെ എണ്ണം. നാളെ നിന്റെയൊക്കെ തന്തയ്ക്കും തള്ളയ്ക്കും ആരെങ്കിലും വന്ന് വിളിക്കുമ്പോൾ ഇതേപോലെ കിണിക്കണം. ടു മീ പേഴ്സണലി അതിരടി ഈസ് എ വേസ്റ്റ്. ബിലോ ആവറേജ് ആയിട്ടാണ് പേഴ്സണലി എനിക്ക് തോന്നിയത്. കാട്ടവരാത പടം. ഈ സിനിമ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും, ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടാവും. എന്തായാലും കണ്ടു നോക്കുക. അതിരടി ഈസ് ഇൻ തിയേറ്റേഴ്സ് നിയർ യു.